കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട് തുടരുന്നുണ്ട്. ശ്രീധരൻ, ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികളൊക്കെയും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആശുപത്രികളിലൊക്കെയായി. മുഖ്യമന്ത്രി എപ്പോഴേക്കാണ് എത്തിച്ചേരുക? ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം ഏത് ഘട്ടത്തിലേക്ക് എത്തി? എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാനും ആ തരത്തിൽ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടം അത് നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെയൊക്കെ വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്നാണ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇതിൽ പല ആളുകളുടെയും നില ഗുരുതരമായി തുടരുന്നുണ്ട്. ചില ആളുകൾ അതിതീവ്ര വിഭാഗത്തിൽ പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഏതായാലും ഇപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ചെന്നൈയിലുള്ള മന്ത്രിമാരും ചേർന്നുകൊണ്ടുള്ള ഒരു അടിയന്തര യോഗം നടക്കുകയാണ്. ഇതിൽ ഈ ദുരന്തത്തെ എങ്ങനെ നേരിടണം, അതായത് ഇനി തുടർ ചികിത്സ, അതുപോലെ തന്നെ മരിച്ച ആളുകളുടെ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഒക്കെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ പോലീസ് നടപടി അവിടെ നടക്കുന്നുണ്ട്. പോലീസ് ഇതിനോടകം തന്നെ സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ വിജയ്ക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ നാളെ രാവിലെ കരൂരിലേക്ക് തിരിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ അതായത് പുലർച്ചെ 1 മണിക്കുള്ള പ്രത്യേക വിമാനത്തിൽ കരൂരിലേക്ക് പോകും എന്നും DMK വൃത്തങ്ങൾ, സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ യോഗം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ എടപ്പാടി പളനിസ്വാമി മുൻ മുഖ്യമന്ത്രി നാളെ സംഭവ സ്ഥലത്തേക്ക് എത്തും. അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രജനികാന്ത്, കമലഹാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലേതായാലും ഈ 34 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇതിൽ 7 കുട്ടികളുണ്ട്, 17 സ്ത്രീകളുണ്ട്, 10 പുരുഷന്മാരുണ്ട് എന്നിങ്ങനെയാണ് നിലവിൽ കരൂരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിൽ കൊച്ചുകുട്ടികൾ വരെ മരിച്ചവരിൽ ഉണ്ട് എന്നുകൂടി വിവരങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വളരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വല്ലാത്ത നടുക്കം തന്നെ, രാജ്യം ആകെ നടുങ്ങിയ ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഇവിടേക്ക് എത്തിച്ചേർന്നു. 10,000 ആളുകളെ പ്രതീക്ഷിച്ചെടുത്ത് അതിൽ കൂടുതൽ ആളുകൾ, 10 മടങ്ങ് ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 10,000 പേരുടെ റാലിക്കാണ് അനുമതി നൽകിയിരുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നു. അത് തന്നെയാണ് ഈ അപകടത്തിന് കാരണമായത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയ ആൾക്കൂട്ടം അവിടെ വരുന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എവിടെ ഇങ്ങനെ തിക്കും തിരക്കിലും പെട്ട ദുരന്തമുണ്ടായാലും പോലീസ് സംവിധാനം അതിന് മതിയായിട്ടുള്ള മുൻകരുതൽ എടുത്തിട്ടില്ല എന്നുള്ള വിമർശനം സാധാരണയായിട്ട് വരുന്നതാണ്. ഏതായാലും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകൾ ആശുപത്രിയിൽ ഈ ICUവിലൊക്കെ തുടരുന്നുണ്ട് എന്നുകൂടി വിവരം ലഭിക്കുന്നുണ്ട്. ചില പ്രാദേശിക തമിഴ് മാധ്യമങ്ങൾ മരണസംഖ്യ 36 എന്നൊക്കെ ഉയർന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. 8 കുട്ടികളും 17 സ്ത്രീകളും അതുപോലെ തന്നെ 11 പുരുഷന്മാരും ഈ കൊല്ലപ്പെട്ടവരിലുണ്ട്. ഇതിൽ കൂടുതൽ ആളുകളും TVK പ്രവർത്തകരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ട്. ഒരിറ്റ് ജീവശ്വാസത്തിനായി ആളുകളൊക്കെ അവിടെ മല്ലിടുന്നത്, കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഉയരത്തിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഏറ്റവും നിരുത്തരവാദമായിട്ടുള്ള ഒരു സമീപനം വിജയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുവരെ ഈ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വിജയുടെ ഭാഗത്ത് ഒരു പ്രതികരണം, തീർച്ചയായും വിജയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം പോലും ഉണ്ടായില്ല. ആളുകളുടെ ഈ മരിച്ചു വീണ ആളുകളുടെ വിജയെ കാണാനായി എത്തിയിട്ടുള്ള ആളുകളാണ് അവർ. വിജയെ കാണാൻ വേണ്ടി മാത്രം എത്തിയിട്ടുള്ളതാണ്. അത് ഒരുപക്ഷെ TVKയോടുള്ള അവരുടെ സ്നേഹം കൊണ്ടോ TVKയോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടം കൊണ്ടോ താല്പര്യം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. വിജയ് എന്ന ഇളയ ദളപതി എന്ന വിജയ് എന്ന സൂപ്പർ സ്റ്റാറിനെ, അവരുടെ പ്രിയപ്പെട്ട താരത്തിനെ കാണാനായി എത്തിയിട്ടുള്ള ആളുകളാണ്. അവരോടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടെങ്കിലും വിജയ്ക്ക് ഒരു പ്രതികരണമെങ്കിലും അത് ഔദ്യോഗികമായി Xലൂടെയെങ്കിലും പങ്കുവെക്കാമായിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും അത്തരത്തിലൊരു പ്രതികരണം പോലും വിജയുടെ ഭാഗത്തുണ്ടായിട്ടില്ല.